ഡിജിറ്റൽ മാർക്കറ്റിംഗ് ലോകത്ത് നിന്നുള്ള പുതിയ അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്തതിനു ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ്, ലോക്കൽ SEO എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ്. നിങ്ങളുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലയൻറ്റിൻ്റെ ബിസിനസ്സിൽ ഒരാൾ സന്ദർശിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഓഫീസിലേക്ക് ഒരാൾ പോകുമ്പോൾ അതിലൊരു 75% പേരെങ്കിലും ഒരു തവണയെങ്കിലും ഗൂഗിളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെർച്ച് എഞ്ചിനിൽ നോക്കിയിട്ടാണ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്, ആ ഒരു ഹോട്ടൽ, ആ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. പ്രത്യേകിച്ചും ഇന്നത്തെ ചെറുപ്പക്കാർ. എത്ര റിവ്യൂ ആ ഒരു ബിസിനസ്സിനുണ്ട്, എവിടെയാണത് സ്ഥിതി ചെയ്യുന്നത്, ആ ഒരു ഏരിയയിൽ അതിനേക്കാളും നല്ല വേറൊരു ബിസിനസ് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്തിട്ടാണ് ഇന്നത്തെ മില്ലേനിയൽസ് ഒരു ഡിസിഷൻ എടുക്കുന്നത്. സോ ബിസിനസ്സിന് ലോക്കൽ SEO വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എന്താണ് ലോക്കൽ SEO, എങ്ങനെയാണ് ഇത് നമ്മളുടെ ഒരു ബിസിനസ്സിന് പ്രാക്ടിക്കലായി ഉൾപ്പെടുത്താൻ പറ്റുക, ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ദിസ് ഈസ് ശ്രീജിത്ത് പ്രഭാകരൻ. വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് കോഴ്സുകൾ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ലൈവായിട്ട് ഞങ്ങളുടെ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ലോക്കൽ SEO എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഏരിയയിൽ നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ട് ആരെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ അവരുടെ മാപ്പിൽ, ഗൂഗിൾ മാപ്പിൽ അല്ലെങ്കിൽ അവരുടെ സെർച്ചിൽ നമ്മുടെ ബിസിനസ് റാങ്ക് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടാക്റ്റിക്കാണ്. അതെ, അപ്പോൾ ഇതെപ്പോഴും ഒരു ഏരിയയിൽ കുറിച്ചിട്ടാണ് എപ്പോഴും സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ലോക്കൽ SEO എന്ന് പറയുന്നത്. ഒരു ഉദാഹരണത്തോട് പറയുകയാണെങ്കിൽ, എനിക്കൊരു ബ്യൂട്ടി പാർലറുണ്ട്, ഒരു ജെൻസ് ബ്യൂട്ടി പാർലറുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിലുള്ള ഈ ഒരു 3-4 കിലോമീറ്ററിൻ്റെ അകത്ത് നിന്ന് ആരെങ്കിലും ബെസ്റ്റ് മെൻ ഫേഷ്യൽ എവിടെയാണ് ഈ ഏരിയയിൽ കിട്ടുക, ഏറ്റവും നല്ല രീതിയിലുള്ള മെൻ ഹെയർ കട്ടിങ് എവിടെയാണ്, ഇതൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ എൻ്റെ ബിസിനസ് ഗൂഗിൾ സെർച്ചിൽ കയറി വരണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ലോക്കൽ SEO ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെർച്ചിൽ എൻ്റെ ആ ഒരു ബിസിനസ് കയറി വരുന്നതിന് പകരം ഈ ഏരിയയിലുള്ള മറ്റു ബ്യൂട്ടി പാർലറുകളുടെ ഒരു റിസൾട്ടാണ് വരുന്നതെങ്കിൽ ആ ഒരു ബിസിനസ് അല്ലെങ്കിൽ ആ ഒരു കോൾ എൻക്വയറി അദ്ദേഹത്തിനാണ് ലഭിക്കുക, എനിക്കല്ല. അത് എനിക്ക് ഒരുപാട് നഷ്ടമുണ്ടാക്കുന്നതാണ്. ഒരുപാട് ബിസിനസ് ഓപ്പർച്യൂണിറ്റി എനിക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഓരോ ബിസിനസ്സുകാരും, ഫിസിക്കലായിട്ട് ഓഫീസുള്ള, സ്വന്തമായിട്ടൊരു ഓഫീസ് ഇൻസ്റ്റിറ്റ്യൂട്ടുള്ള എല്ലാവരും നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് ലോക്കൽ SEO എന്ന് പറയുന്നത്. ഇനി ലോക്കൽ SEO അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബിസിനസ് ഗൂഗിളിൽ ഒരാൾ നിങ്ങളുടെ ഏരിയയിൽ നിന്ന് സെർച്ച് ചെയ്യുമ്പോൾ കയറി വരാൻ ഗൂഗിൾ പ്രത്യേകമായിട്ട് പരിഗണന കൊടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ കോമ്പറ്റീറ്ററേക്കാൾ മുകളിൽ വരണമെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്തിരിക്കണം, എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അത് ഒരു ഓർഡറിൽ തന്നെ ഞാൻ വായിക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, ഗൂഗിൾ മൈ ബിസിനസ്സിൽ നിങ്ങൾ ലിസ്റ്റ് ചെയ്തിരിക്കണം നിർബന്ധമായിട്ടും. അതെ, നിങ്ങളുടെ ഒരു ബിസിനസ് ഏത് ലൊക്കേഷനിലാണ് എന്നുള്ളത് നിർബന്ധമായി ലിസ്റ്റ് ചെയ്തിരിക്കണം. ഏത് കാറ്റഗറിയിലാണ് നിങ്ങളുടെ ബിസിനസ് വരുന്നത് എന്നും അതിൻ്റെ അഡ്രസ്സും നിങ്ങൾ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. ഇതാണ് ഒന്നാമത്തെ ഫാക്ടർ. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഗൂഗിൾ റിവ്യൂസ് ആണ്. നിങ്ങളുടെ ബിസിനസ്സിന് എത്രത്തോളം പോസിറ്റീവ് റിവ്യൂസ് ഉണ്ട്, എത്രത്തോളം നല്ല റിവ്യൂസ് ഉണ്ട്, അതുപോലെ നമ്പർ ഓഫ് റിവ്യൂസ്. ഇത് രണ്ടും രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റാങ്കിങ് ഫാക്ടേഴ്സാണ്. മൂന്നാമത്തെ എന്ന് പറയുന്നത്, നിങ്ങളുടെ ആ ഒരു ഏരിയയിൽ, നിങ്ങളുടെ ആ ഒരു ബിസിനസ് നിൽക്കുന്ന ഏരിയയിൽ എത്രത്തോളം കോമ്പറ്റീഷൻ ഉണ്ട്, എത്രത്തോളം സെർച്ച് വോളിയം ഉണ്ട്, എത്ര പേർ സെർച്ച് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ച് നിങ്ങൾക്കൊരു പ്രാധാന്യം ലഭിക്കുന്നതാണ്. അടുത്തത് വരുന്നത് വെച്ചാൽ അഡ്രസ്സിൻ്റെ ആക്യുറസിയാണ്. നിങ്ങൾ ആ ഒരു ബിസിനസ് മാപ്പ് ചെയ്തിരിക്കുന്നത് എത്ര ആക്യുറേറ്റ് ആണ്, കറക്റ്റായിട്ട് പിൻകോഡും ഓരോ സ്ട്രീറ്റും ആ ഒരു ഗള്ളിയും ഒക്കെ നിങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ടോ, അതാണ് അടുത്തൊരു ഇമ്പോർട്ടൻസ് ഗൂഗിൾ കൊടുക്കുന്നത്. അതിൻ്റെ താഴെ വരുന്ന ഒരു റാങ്കിങ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ സൈറ്റേഷൻസ് ആണ്. അതെ, ലോക്കൽ ഡയറക്ടറീസിലുള്ള സബ്മിഷൻസ്. നിങ്ങൾക്കറിയാവുന്നതായത് ജസ്റ്റ് ഡയൽ, സുലേഖ, ഇതുപോലെയൊക്കെയുള്ള ലോക്കൽ ഡയറക്ടറീസിൽ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് ലിസ്റ്റ് ചെയ്തിരിക്കണം. അവിടെ നിന്നും നല്ല രീതിയിലുള്ള ഒരു ഡാറ്റ എലിമെൻറ്റ്സ് ഗൂഗിൾ എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ലോക്കൽ സൈറ്റേഷൻസ് വളരെ നിർബന്ധമായിരിക്കുന്നത്. ഇതിൻ്റെ താഴെ വരുന്നതാണ് ഓൺ പേജ് എലിമെൻറ്റ്സ് എന്ന് പറയാം. അതായത് നിങ്ങളുടെ ഒരു ലിസ്റ്റിംഗ്, അതുപോലെ നിങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങൾ ഓൺ പേജ് ആയിട്ട് ചെയ്യുന്ന SEO ചേഞ്ചസ്, ലൊക്കേഷൻസ് ആഡ് ചെയ്യുന്നതും, നിങ്ങളുടെ മേജർ ആയിട്ടുള്ള സർവീസസ് നിങ്ങൾ ടൈറ്റിൽ ടാഗിലും അതുപോലെ കീവേഡ്സിൻ്റെ അകത്തും ഒക്കെ കൊടുക്കുന്ന ലോക്കൽ സൈറ്റേഷൻസിനെയാണ് അടുത്തതായിട്ട് ഗൂഗിൾ പരിഗണിക്കുന്നത്. ഇതിൻ്റെ താഴെ വരുന്നതാണ് യൂസർ എൻഗേജ്മെൻറ്റ് ബിഹേവിയർ. അതെ, ഒരു കസ്റ്റമർ നിങ്ങളുടെ ഗൂഗിൾ ലിസ്റ്റിങ്ങിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ എത്ര നേരം തുടരുന്നു, അദ്ദേഹം എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുന്നുണ്ടോ, അദ്ദേഹം ഏതെങ്കിലും ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നുണ്ടോ,
അതോ പെട്ടെന്ന് തന്നെ തിരിച്ചു പോവുകയാണോ? ഈ കാര്യങ്ങൾ, ഈ സിഗ്നൽസ് നോക്കിയിട്ടാണ് അവസാനമായിട്ട് ഗൂഗിൾ ബിസിനസ്സിൽ നിങ്ങളുടെ ലിസ്റ്റിംഗ് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് റാങ്ക് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നും പ്രോപ്പറായിട്ടാണ് അത് ഹാൻഡിൽ ചെയ്യപ്പെടുന്നതെന്നും നിങ്ങൾ ഉറപ്പുവരുത്തുക. അങ്ങനെയെങ്കിൽ ഗൂഗിൾ മൈ ബിസിനസ് ലിസ്റ്റിങ്ങിൽ അല്ലെങ്കിൽ ലോക്കൽ SEOയിൽ നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിനെ പിന്തള്ളി നിങ്ങളുടെ ബിസിനസ് മുകളിൽ വരുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾ ചെയ്യേണ്ട വേറെ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു തരാം. ഇതും കൂടി ആകുമ്പോൾ നിങ്ങൾ മറ്റു വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കോമ്പറ്റീറ്റേഴ്സിൻ്റെ ബിസിനസ് ലിസ്റ്റിങ്ങിനെയും വെബ്സൈറ്റിനെയും പിന്തള്ളി മുൻപിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ ഒരു എക്സ്ട്രാ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ വെബ്സൈറ്റിൽ എപ്പോഴും ഒരു കോൺടാക്റ്റസ് പേജ് നിർബന്ധമായിട്ടും വേണം. കോൺടാക്റ്റസ് പേജ് നിർബന്ധമായിട്ട് വേണ്ടുന്നത് കൂടെ തന്നെ മൊബൈൽ നമ്പർ അതിൽ നിർബന്ധമായി കൊടുത്തിരിക്കണം. മൊബൈൽ നമ്പർ മൊബൈലിൽ നിന്നും മറ്റൊരാൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ക്ലിക്കബിൾ ആയിരിക്കണം, നേരെ നമ്മുടെ ഡയലർ പാഡിലേക്ക് പോകുന്ന രീതിയിലായിരിക്കണം സെറ്റ് ചെയ്തിരിക്കുന്നത്. ക്ലിക്കബിൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മൊബൈൽ നമ്പർ ഇടരുത്. അടുത്ത ഒരു ടിപ്പ് എന്ന് വെച്ചാൽ മാക്സിമം കസ്റ്റമർ റിവ്യൂസ് നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ മൈ ബിസിനസ് ലിസ്റ്റിലും അതുപോലെ വെബ്സൈറ്റിലും നിങ്ങൾ ആഡ് ചെയ്യണം. ഓരോ കസ്റ്റമർ നിങ്ങളുടെ സർവീസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും അദ്ദേഹത്തിൽ നിന്നും ഒരു റിവ്യൂ എടുക്കുവാൻ നിങ്ങൾ പരിശ്രമിക്കുക. അടുത്ത ഒരു പോയിന്റ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ മാപ്പ് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ വെബ്സൈറ്റിൽ ആഡ് ചെയ്യുക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഗൂഗിൾ ബിസിനസ് ലിസ്റ്റിംഗ് ഉണ്ടെങ്കിൽ ആ ഒരു മാപ്പ് നിങ്ങൾ നിങ്ങളുടെ വെബ്സൈറ്റിലും കൂടി നിർബന്ധമായിട്ടും ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഫേസ്ബുക്കിലും മറ്റും ലോക്കൽ ഗ്രൂപ്പുകളിലും ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ പേജുകളും നിങ്ങളുടെ പോസ്റ്റുകളും നിരന്തരമായിട്ട് ഷെയർ ചെയ്യുക. ആ ഒരു ഏരിയയിലുള്ളവർ തന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ബിസിനസ് ലിസ്റ്റിങ്ങും അതുപോലെ നിങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ക്ലിക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ റെഗുലറായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫഷണലായിട്ട് തന്നെ നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിനെ ബീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഏരിയയിൽ നിങ്ങളുടെ സർവീസിന് വേണ്ടിയിട്ട് ഹൈ ആയിട്ട് റാങ്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസുകൾക്കായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഫഷണലിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് ലോക്കൽ SEO എന്താണെന്നും അത് എങ്ങനെ ഇംപ്രൂവൈസ് ചെയ്യാമെന്നും നിങ്ങളുടെ ബിസിനസ്സിന് അതെങ്ങനെ ഗുണമുണ്ടാക്കി മാറ്റാമെന്നും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ മുൻപേ പറഞ്ഞ 3 മാസം ഞങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനെ കുറിച്ചും ജോബ് പ്ലേസ്മെൻറ്റിനെ കുറിച്ചും അറിയാൻ താല്പര്യമുള്ളവരും 1 മാസത്തെ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാനുള്ളവരും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ജോബ് പ്ലേസ്മെൻറ്റിനെ കുറിച്ചും ലൈവ് ട്രെയിനിങ്ങിനെ കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ വരാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്, ടേക്ക് കെയർ.